ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖത്തെ ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് അത്ഭുതപ്പെടുത്തും. അത്രമാത്രം റിസൾട്ട് നൽകുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ ചർമ്മത്തെ പെട്ടെന്ന് തന്നെ ഗ്ലോ ആക്കാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ ബ്രൈറ്റും ഗ്ലോയും ആകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് എളുപ്പം തന്നെ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വെളുത്ത് തുടുക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കവിള് നല്ലതുപോലെ തുടുത്ത് നല്ല സൗന്ദര്യം കൂടാനായിട്ട് എളുപ്പം തന്നെ സാധിക്കുന്നതാണ്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. നമുക്ക് 1 സ്പൂൺ തൈര് വേണം. തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉലുവയാണ്. ഉലുവ ഞാനിപ്പം എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചേക്കുന്ന അളവെന്ന് പറയുന്നത് ഒരു 3 സ്പൂൺ ഉലുവ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഉലുവ വെള്ളത്തിൽ തലേന്ന് കുതിർത്ത് ഞാൻ എടുത്തിരിക്കുന്നതാണ്. ഈ ഉലുവ നമുക്ക് പേസ്റ്റ് ആക്കണം. ഈ വെള്ളമെല്ലാം കളഞ്ഞ് 1 സ്പൂൺ വെള്ളത്തിൽ നമുക്ക് ഈ ഉലുവ പേസ്റ്റ് ആക്കി എടുക്കണം. ഈ 3 സ്പൂൺ ഞാൻ എടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 1 സ്പൂൺ എടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ബൗളിലിട്ട് ഒരു കാരണവശാലും പേസ്റ്റ് ആക്കി നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 3 സ്പൂൺ ഉലുവ എടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ പാക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ചേർത്ത് ഇടാവുന്നതാണ്. ഇത് നല്ലപോലെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനൊക്കെ എളുപ്പം തന്നെ സാധിക്കും. ഇപ്പോൾ പലരെയും സ്കിന്നിന് അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കുമൊക്കെ ഉലുവയെ അതിന് ഒരു പരിഹാരമാണ് ഉലുവയുടെ പേസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉലുവ വെള്ളമെല്ലാം കളഞ്ഞ് 1 സ്പൂൺ വെള്ളത്തിൽ ഈ ഉലുവ പേസ്റ്റ് ആക്കിക്കൊണ്ട് ഞാൻ വരാം. ഉലുവ അങ്ങനെ ഞാൻ അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി നമുക്കൊരു പാത്രത്തിലെടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പാത്രത്തിൽ മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. നമുക്കിപ്പം നമ്മൾ നേരത്തെ തൈര് എടുത്തില്ലേ, ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചേക്കുന്ന ഉലുവയുടെ പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ഉലുവ നമ്മുടെ മുഖത്ത് തേക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സ്കിന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലുമില്ല. അതിൻ്റെ മുഖത്ത് തേക്കുമ്പോൾ നമുക്കിപ്പം ഉലുവയിൽ നിന്ന് മറ്റൊരു പ്രവർത്തനമാണ് സ്കിന്നിനുണ്ടാവുന്നത്. ഹെയറിൻ്റെതായിട്ടുള്ള പ്രവർത്തനം അവിടെ ഉണ്ടാകും. രണ്ടും 2 രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഉലുവ നമ്മുടെ മുഖത്ത് തേക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അങ്ങനെ തൈരും ഉലുവ ആ ഒരു ഇതോടെ പേസ്റ്റ് ആക്കിയതും കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ക്രീം പരുവത്തിലാക്കി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് സ്പൂൺ ചന്ദനത്തിൻ്റെ പൗഡറാണ്. ഇപ്പം ചന്ദനത്തിൻ്റെ പൗഡർ ഇല്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. അതിന് പകരം ആട്ടപ്പൊടി വീട്ടിലുള്ളത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ചന്ദന പൗഡർ കാണില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് ആട്ടപ്പൊടി നിങ്ങൾക്ക് നമുക്കിപ്പോൾ ചന്ദനത്തിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുക്കുന്നത് 1 സ്പൂൺ ചന്ദനത്തിൻ്റെ പൗഡറാണ്. അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1 സ്പൂൺ ചന്ദനത്തിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നൽകുന്നത് ചർമ്മത്തിന്. നല്ലതുപോലെ ചർമ്മത്തെ ഗ്ലോ ആക്കാനൊക്കെ എളുപ്പം തന്നെ സഹായിക്കും. നമുക്ക് തണുപ്പ് സമയത്ത് എന്ത് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്ത ഒരു ചൂട് സമയത്ത് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്ന് ചെയ്തു നോക്ക്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചർമ്മം കണ്ട് അത്ഭുതപ്പെടും. അത്ര റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ അത്രയും ചേർത്തതിന് ശേഷം ഇനി 1 സ്പൂൺ അലോവേറ ജെല്ല് ചേർക്കണം. അലോവേറ ജെല്ല് സ്കിന്നിന് അലർജി ഉള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അലർജി ഇല്ലാത്തവർക്ക് അലോവേറ ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നാച്ചുറൽ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ അത്. അങ്ങനെ അലോവേറ ജെല്ലും ചേർത്തിട്ടുണ്ട്. ഇത് അടിപൊളി ഒരു റിസൾട്ട് നൽകുന്ന ഒരു ഫേസ് പാക്കാണ്. ഇത് റെഗുലർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻസ് ഒക്കെ മാറി നല്ല ഒരു ചർമ്മം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വ്യത്യാസവും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇതിന് പകരം റിസൾട്ട് ഇറങ്ങുന്നതാണ് നമ്മുടെ സംഭവം തയ്യാറായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫേസിലേക്ക് ഇടാം.
കിടിലൻ സംഭവമാണ് കേട്ടോ ഇത്. നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് മറക്കരുത് കേട്ടോ. അടിപൊളി റിസൾട്ട് ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ട് നിങ്ങളുടെ ചർമ്മത്തിന് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ ഒരു കാര്യം. അങ്ങനെ ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ അടിയിലും ഒക്കെ ഇടണം. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു, ഇവിടെ തണുപ്പായതുകൊണ്ട്. നിങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നിങ്ങളെ കാണിക്കാം. ഞാൻ തുടച്ച് മാറ്റുകയാണ്. അടിപൊളിയാണ് ഈ സംഭവം കേട്ടോ. അതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനൊക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. എളുപ്പം തന്നെ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ സാധിക്കുന്നില്ലയോ? അടിപൊളിയാണ് ഈ സംഭവം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ ഒരു കാര്യം. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അടിപൊളി സംഭവമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ കുറച്ച് നേരം ചെയ്തപ്പോൾ തന്നെ ചർമ്മത്തിന് നല്ലൊരു വ്യത്യാസം കിട്ടി. ചർമ്മം സോഫ്റ്റായി നല്ലപോലെ കണ്ടോ. ഇതുണ്ടോ, പിടിക്കുമ്പോൾ തന്നെ ഇതുണ്ടോ, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും കണ്ടല്ലോ. എങ്ങനെയാണ് തയ്യാറാക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുത് കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ എൻ്റെ മാറ്റം നിങ്ങൾ കണ്ടല്ലോ. അതേപോലെ മാറ്റം നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. ഇത് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ വന്ന് ചോദിക്കും. ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും കണ്ടല്ലോ. എന്തായാലും നിങ്ങളൊന്ന്